എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ മാതാവിന്റെ അനുഗ്രഹം കാരണം എനിക്ക് ഈ വട്ടത്തെ പള്ളിപ്പെരുന്നാളും കൂടാൻ പറ്റി. കറക്റ്റ് സമയത്ത് 4 ദിവസം തന്നെ ലീവ് എടുത്ത് ഞാൻ വരാൻ പറ്റി. അപ്പം കഴുന്നൊക്കെ എടുക്കണം. പള്ളിപ്പെരുന്നാൾ നമുക്ക് എല്ലാം കൂടെ അടിച്ചു പൊളിക്കണം. നമ്മുടെ പള്ളിപ്പെരുന്നാൾ എല്ലാ വർഷവും മിസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. നമ്മുടെ ഉപ്പറ ഇടവകയായിട്ടും നമ്മുടെ ഉപ്പറയിൽ നിന്ന് സ്ഥലം മാറി താമസം പോയവരും ഒക്കെ നമ്മുടെ വീഡിയോ കാണുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഉപ്പറയിലെ പള്ളിപ്പെരുന്നാൾ എല്ലാ വർഷവും ഒരു വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരുപാട് പേര് പുറത്തുനിന്നും വീഡിയോ കാണുന്നുണ്ട്, ഉപ്പറക്കാര്. അപ്പം പലപ്പോഴും നമ്മളോട് വിളിക്കുമ്പോൾ പറയാറുണ്ട് നിങ്ങളുടെ പള്ളിപ്പെരുന്നാളാണ് നിങ്ങളുടെ വീഡിയോയുടെ ഹൈലൈറ്റ്. എല്ലാ വർഷവും ഞങ്ങൾ നോക്കിയിരിക്കുന്ന ഒരു കാര്യമാണ്. ഈ വർഷവും നമ്മൾ പള്ളിപ്പെരുന്നാൾ 2 ദിവസമുണ്ട്. രണ്ടല്ലോ ഇപ്പൊ കൊടിയേറിയിട്ട് 3 ദിവസം കണ്ടായി. അപ്പം ഇന്ന് റാസയുണ്ട് അല്ലേ, ഇന്ന് പ്രതീക്ഷയുണ്ട്, നാളെ റാസുണ്ട് 10 മണിക്കല്ലേ. അപ്പൊ ഗാനമേളയും പരിപാടിയും വെടിക്കെട്ടെല്ലാം ഉണ്ട്. എല്ലാം കൂടെ പോയി അടിച്ചു പൊളിച്ച് ആഘോഷിച്ചിട്ട് വരാം. ഞാനും ഉണ്ട് ഈ വട്ടം പള്ളിപ്പെരുന്നാളിന്, മിസ് ചെയ്യാതെ കാണുക. നേരെ പോ അല്ലേ. 3 പേരും കൂടെ നടന്നു വരുന്നുണ്ട് കേട്ടോ. നമ്മളെ ഗ്രൗണ്ടിലോട്ട് വണ്ടി കൊണ്ടുപോകുന്നില്ല. ഒതുക്കി ഇവിടെ ഇടുവാണെങ്കിൽ അവിടെ കിടന്നോളൂ. അതെ, പിന്നെ അവിടുന്ന് പിന്നെ ഊരിക്കോട്ട് പോകാൻ പാടും. ഭയങ്കര തിരക്കായിരിക്കും. ബാ, ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. നല്ല നമ്മളെ ടൗൺ ചുറ്റുമുള്ള പ്രതീക്ഷണമുണ്ട്. അപ്പം അതിനു വേണ്ടിയുള്ള നിർദ്ദേശങ്ങളും കാര്യങ്ങളെല്ലാം മൈക്കിലൂടെ പറയുന്നുണ്ട് കേട്ടോ. പപ്പായ്ക്കൊരു ഐസ്ക്രീം മേടിച്ചെന്ന് തോന്നുന്നു, അറിയില്ല. അങ്ങനെ ഞാൻ കണ്ട് ഇതേ വരുന്നു. ടീംസ് എല്ലാം ഉണ്ട്. വെട്ടക്കുറവുണ്ട്. കുഞ്ഞിജാനി ഒരു ഉടുപ്പൊക്കെ ഇട്ട് വരുന്നുണ്ട്. ആണോ? നേരത്തെ വന്നോ? ഹായ്. അമ്മു 3000 രൂപ ടിക്കറ്റ് മുടക്കി വന്നേ പള്ളിപ്പെരുന്നാൾ കൂടാനുള്ളത്. എടാ ഇനി കൊച്ചിന് ഞാൻ തന്നിരുന്നു കേട്ടാ. ഞാൻ രാവിലെ, ഇന്ന് രാവിലെ ചുമ കുറവുണ്ട്. ആശുപോയി ഇത് സിന്ധുപ്പച്ചി എന്ത് എന്നാ ഭയങ്കര സംസാരം ആണോ? നമ്മുടെ ഇടവകയിൽ അങ്ങനെ വിച്ചു വന്നു. ഈ വർഷത്തെ പെരുന്നാളിന് വിച്ചു കൊണ്ട് ഇവിടെ അടിച്ചു. അതെ, ആദ്യമായിട്ടല്ലേ? അപ്പൊ വൈകിട്ട് വിളിക്കാം.
പിള്ളേർ പോയി ബലൂൺ മേടിക്കുന്നുണ്ട്. നമ്മൾ വലിയൊരു ഇതിൽ ഇടപെടണ്ട. പക്ഷെ എന്താ ഉണ്ട് ഇതെനിക്ക് തന്നിട്ട് ഞാൻ വേറെ മേടിക്കാൻ പോവാന്ന് പറഞ്ഞു. ആണോ? 3 ഒറ്റമൈൻഡ. നാണം ഉണ്ടോ? നാണം. ഗൂഗിൾ പേ ഇല്ലേ? ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കും. ചേട്ടാ ഗൂഗിൾ പേ ഉണ്ടോ? എന്നാ സന്തോഷോ. 5 മിനിറ്റുള്ളിൽ ഇപ്പൊ പറന്ന് വണ്ടേ പോന്നാണോ? എടി ആ ഡ്രാഗനെ മേടിച്ചാൽ മതിയായിരുന്നു. ഡ്രാഗനായിരുന്നു നല്ലത്. ആ എനിക്കും അതാ ഇഷ്ടേ. എന്നാ ചെയ്യാനാ. കൂടെ അങ്ങോട്ടാ. എന്റെ അളിയൻ ഭയങ്കര ഒരു ബ്ലോഗറാണ്. അളിയനെ കണ്ടാണ് ഞാൻ മാതൃകയായി വന്നത്. അളിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മഹാസംഭവമാണ്. പൊട്ടും പൊടിയും കാറ്റും മണലും വരെ വീഡിയോ എടുക്കുന്നൊരു കഴിവുള്ള ആള്. കഴിവുള്ള അളിയനാണ്. കണ്ടോ? കേട്ട് 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 ആ ചിരിയാണ് വരും. ഈ പള്ളിപ്പറമ്പിൽ ഇപ്പൊ കൊല്ലനാടത്തിന്റെ സൗണ്ട് മാത്രമേ ഉള്ളൂ. നേരത്തെ നമ്മളും പോവായിരുന്നു. എന്താ കോളേജിൽ നിന്ന് ചാടി പോകുന്നതല്ല. ഞാൻ എന്റെ അപ്പച്ചീനെ പ്രദക്ഷിണത്തിന് വിട്ടാലും നോക്കുവായിരുന്നു. ഒരു 5 കിലോ വെയിറ്റ് പറഞ്ഞു. ശരിക്കും പറഞ്ഞ ക്ലാസ് കട്ട് ചെയ്ത് ഇതിനു വേണ്ടി തന്നെ ഇറങ്ങി വന്നതാ. അവര് കന്നഡക്കാരാണ്. ആ ഗുണമായി. മെഡലിക്കൊക്കെ ചുറ്റി വെച്ചേക്കുന്നത്. അപ്പം എന്റെ വക ജാനിക്കുട്ടിക്ക് പള്ളിപ്പെരുന്നാൾ പിടിച്ചോ. പണ്ട് ഇങ്ങനെ വെല്ലുവെച്ച് മുട്ടായിപ്പ് എല്ലാരും തരുമായിരുന്നല്ലേ? വലിയ കാര്യമായിരുന്നു അന്നല്ലേ. 50 രൂപ വെച്ചൊക്കെ കിട്ടാന്ന് നമുക്ക് എന്താ ലോട്ടറി അടിച്ചോ. അന്ന് 50 രൂപ അത്ര വലിയല്ലേ. ഇന്ന് എനിക്ക് കിട്ടിയായിരുന്നു രാവിലെ. ഇന്ന് എനിക്ക് ഇവിടുന്ന് ലോട്ടറി കിട്ടിയായിരുന്നു. പള്ളിപ്പെരുന്നാൾ അല്ലെങ്കിൽ ഞങ്ങൾ കോട്ടയത്തിന് വരും. അത് തരാല്ലേ. പിന്നെ കരയണേ. എനിക്ക് കിട്ടാനുള്ളതല്ല കിട്ടി മതിച്ചു. വീഡിയോ നോക്കാക്കി ഒന്ന് പൊത്തട്ടെ. 100 രൂപ വെച്ച് നമ്മളെല്ലാരും ഓടിക്കണം. ചുമ്മാ അല്ലടാ ക്ലാസ് കട്ടേക്ക് ചാടിയത്. ഗ്രൗണ്ടിൽ കിടന്ന് പൊട്ടം കളിക്കാൻ വേണ്ടി തല്ലി. പോയി കണ്ടിട്ട് വരാം. സ്വന്തം കാറുണ്ടായിട്ടല്ല കാര്യം. ഓട്ടോയിൽ പോണം. ഓട്ടോയിൽ വരുന്ന ഇഷ്ടം. അതുകൊണ്ട് ഓട്ടോയ്ക്ക് ചാടിക്കല്ലേ. ഒരു ഓട്ടെ. ഞങ്ങളുടെ എല്ലാ കിതാബും കൂടെ ഒന്ന് വെക്കണ്ടേ. ഇത്തിരി കൂടെ ഇരുട്ടായി കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കാണാൻ. ആ അടിപൊളിയായിരിക്കും. അങ്ങനെ അളിയന്റെ 50 കാറ്റിപ്പോയി. കാറ്റിനൊപ്പം പോയി. പെരുന്നാളിന് ആളെണ്ണം കൂടി വരുന്നു. ആദ്യം 2 വണ്ടിയുള്ളായിരുന്നു. ഇപ്പൊ 3 വണ്ടി ആളായി. ഇനിയും വണ്ടികൾ കൂടുന്നു. അതെ അതിക്കുമ്പച്ച് കേറി. താമസക്കാരെ ഏതോ ഒരു സ്ഥലം കഴിഞ്ഞു പറയും. വാഗമണ് കഴിഞ്ഞു. അങ്ങോട്ട് പൊക്കോ, ഞങ്ങൾ കുറെ വന്നേക്കാന്ന് പറഞ്ഞു. അതെ 2 വണ്ടി ആള് വാഗമണ് കഴിഞ്ഞിട്ടുള്ളൂ. വരുന്നുണ്ട്. എനിക്ക് വെയിറ്റ് കുറവാണ്. ഞാനിങ്ങോട്ട് വന്നിട്ട് കുറച്ച് ദിവസമായി. എനിക്ക് നമ്മുടെ കൊച്ചിന്റെ ജാനുവിന്റെ ബർത്ത്ഡേക്ക് വരണമെന്നുണ്ടായിരുന്നു. അന്ന് പറ്റി തിരക്കായിരുന്നു. ഇവിടുത്തെ ഈ വർക്കുകളും പണികളും ഒക്കെ അവള് നല്ല വൃത്തിയായിട്ട് ചെയ്തു. എല്ലാ പരിപാടിയും നല്ല ഫിനിഷിംഗ് ആയിട്ട് നല്ല ഒരു ചെടികളുടെ ഒരു തോട്ടവും. അതെ ആ മുറ്റം അവിടെ കയറി വെള്ളം നല്ല അഴകായി. സ്ഥലം മൊത്തം വേർതിരിച്ചെല്ലാം കെട്ടി ചെറിയ കലിങ്ക് പോലെയൊക്കെ കെട്ടി എല്ലാം വൃത്തിയായി. ഇനിയിപ്പം സിന്ധു അമ്മയ്ക്ക്
ഒന്നും നോക്കേണ്ട കാര്യം. ജാൻകുട്ടിയുടെ പിറന്നാളിന് വിളിച്ചത്, പക്ഷെ എനിക്കൊന്നും വരാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇന്ന് പെങ്ങന്മാരിപ്പം ഇന്ന് നിലവിൽ ഇവിടെ 3 പെങ്ങന്മാരുണ്ട്. ഞങ്ങളുടെ പെങ്ങന്മാർ 3 ഞാനും കൂടെ ഉള്ള ഒരു ഡാൻസ് കൊച്ചനുണ്ട്, സന്തോഷമുണ്ട്. അപ്പൊ ഞങ്ങളുടെ ഒരു ഡാൻസ് ഞങ്ങൾക്ക് മാറി തരണോ? ഡാൻസ് ചെയ്യുമ്പോൾ അപ്പൊ ഇന്റർലോക്ക് ഒക്കെ ഇട്ട് സെറ്റ് ആയല്ലേ? വാ, അല്ലേ, നല്ല രസമുണ്ടല്ലേ കാണാൻ? അത് തന്നെ അവിടെ നിന്നുള്ള കയറി വരുന്ന വർക്കൊക്കെ നല്ല ലൈറ്റ്, വേറെ വെളിച്ചം കൂടുതലുള്ള ലൈറ്റ് ഇല്ലേ ഇവിടെ? ഇനിയിപ്പോ എന്നാ ഒരു 2 വർഷം കൂടുമ്പോഴൊക്കെ ചെറിയ പെയിന്റിങ്ങോ പരിപാടി 2-3 വർഷം കൂടി പെയിന്റ് ചെയ്ത് വിട്ടാൽ മാത്രം മതി. വേറെ ഒന്നും നോക്കണ്ട കാര്യമില്ല. ബാ കയറുക, ചായ ഇടും നമ്മു. കുടുംബക്കാര് ചർച്ചയാണ്. ഇവിടെ ചായ ഇടുന്നതിന്റെ തിരക്കിലാണ്. ചായ ഇടുന്നു. ചായ ഇട്ടു. പിന്നെ ആ കോഴിയുടെ ഉടമസ്ഥൻ ഞാനാണ്. അല്ല, നമ്മുടെ കൊല്ലന്താനത്ത് വേണ്ട തീറ്റ നോക്കി എന്റെ 3 പെങ്ങന്മാരിവിടെ ഉണ്ട്. എന്റെ ഒരു അനിയനും വരും. ഞങ്ങളെ 5 പേരുടെ കൂടെ ഡാൻസ് ഇവിടെ ഉണ്ടത്. എല്ലാം എടുത്തോണ്ട് പോരെ. എന്റെ അമ്മേനെ 2 വാക്ക് പൊക്കി പറയാം. കൊല്ലന്താനങ്കാർ ആര് കൂടിയാൽ എന്നാ ചായ ഇടാൻ മോളമ്മ തന്നെ വേണം. അതെ, അത് ശരിയാ. അതുമല്ലടാ, നാത്തൂമാരല്ലേ ഇരിക്കുന്ന കണ്ടോ? ഞാൻ വെറും ഒരു അശുവല്ലേ. അതെ, കൈപ്പാങ്ങിന് കിട്ടിയാ കിട്ടും. നമ്മളെന്തായാലും എപ്പോഴും സോപ്പിട്ട് നിൽക്കും. നോട്ട് ദ പോയിന്റ്. പുതുതായിട്ട് വരുന്ന പിള്ളേർക്ക് വേണ്ടി കേട്ടോ. നമ്മളിതൊക്കെ പുതുതായിട്ട് വരുന്ന പിള്ളേർക്ക് വേണ്ടിയാണ്. ഞാനെങ്ങാനും വന്നില്ലായിരുന്നെങ്കിൽ ഇതെല്ലാം മിസ്സായി പോയി. കഞ്ഞിയും വേറെ അവളെല്ലാം പപ്പാടെ വായി കൊണ്ടുപോയി കുത്തി കയറ്റിയോ കേട്ടോ. ആ, തിന്നാൻ വേണ്ടിയാ. നമുക്ക് ഇത്ര സാധനം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കഴിക്കാൻ. അപ്പുറത്ത് എരിവില്ലാത്ത എരിവുള്ളത് പഴം, ജിലേബി, ചായ വരുന്നു. ഇതിൽ കൂടെ എന്നാ വേണം? എന്നാ വേണം? അപ്പൊ ഈ വട്ടത്തെ പള്ളിപ്പെരുന്നാൾ അടിപൊളിയാണ്. ജസ്റ്റ് തുടങ്ങിയതേ ഉള്ളൂ. തുടങ്ങിയപ്പോ തന്നെ പള്ളി പെരുന്നാളിനുള്ള ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഒരു 3 സെറ്റ് ഫാമിലി വന്നിട്ടുണ്ട്. 2 സെറ്റ് വരുന്ന ഓൺവേ. പിച്ചുവള്ളിയിലുണ്ട്. അതുകൊണ്ട് നമ്മൾ കളറാക്കും. പിച്ചുവള്ളിയുണ്ട്, പിന്നെ സനീഷേട്ടുണ്ട്, സഞ്ജു ചേച്ചിയുണ്ട്, ചേച്ചിയുണ്ട്. അതെ, ചേച്ചി വെള്ളം കുടിക്കുക, ചൂടുവെള്ളമാണെന്ന് തോന്നുന്നു. രേഷ്മ ചേച്ചിയുണ്ട്. വഴക്കാട്ടോ. ഞങ്ങളുടെ കൂടെ ചാടി ഇങ്ങ് പോരുകയും ചെയ്തു. ഇപ്പം ഡ്രാഗൺ ബലൂൺ വേണമെന്ന് പറഞ്ഞിട്ട് വഴക്കാം. ജാനി അപ്പായി അമ്മയൊക്കെ നോക്കി നിൽപ്പുണ്ട്. അമ്മുവൊക്കെ എവിടെയായെന്നൊന്നും അറിയത്തില്ല. കരയോന്ന് അറിയില്ല. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ അപ്പുറ സൈഡിലൊക്കെ കാണാൻ വേണ്ടി. 2 സൈഡിലും ഇഷ്ടംപോലെ ആൾക്കാരാ. സിറ്റിയിൽ തന്നെ ഒരുപാട് ആൾക്കാർ കൂടിയിട്ടുണ്ടായിരുന്നു കാണാൻ വേണ്ടി. അതുകൂടാതെ തന്നെ പ്രദക്ഷിണത്തിനാണേലും അതിൽ കൂടുതലാളുണ്ട്. എല്ലാ വർഷത്തേക്കും ആളുകളുണ്ട്. പിന്നെ നമ്മുടെ ഉപ്പാറ പോലീസുകാർ കേട്ടോ. നമ്മുടെ അമ്പലത്തിൽ ഉത്സവം വെച്ചാലും പള്ളി പെരുന്നാൾ വെച്ചാലും എന്ത് പ്രോഗ്രാം വെച്ചാലും അവരുടെ ഒരു പ്രവർത്തനം അടിപൊളിയാണ്. നല്ല സഹകരണമാണ് അവരെപ്പോഴും. എല്ലാം നല്ല രീതിയിൽ നിയന്ത്രിച്ച് അവർ ചെയ്യും കേട്ടോ. കടകൾ അലങ്കരിച്ച് എല്ലാ ആൾക്കാരും നല്ല രീതിയിലായി ചെയ്തേക്കുന്നത് എല്ലാ പ്രാവശ്യവും. അതെ, കടകളെല്ലാം ലൈറ്റൊക്കെ ഇട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്.
ആണോ? കൊച്ചിന് മുട്ടായാ ആർക്ക് തരിക? ആ മേടിച്ച് പൊളിച്ചു കൊടുക്കത്. എന്നാ തിരക്കാ, ഭയങ്കര ആൾക്കാരല്ലേ? തലയ്ക്ക് അങ്ങി എന്നിട്ടേ ഉള്ളൂ, മാല് ഇനിയും കിടക്കുവാ. ആ ഇഷ്ടം പോലെ ഉണ്ട്, ഇഷ്ടം പോലെ ആൾക്കാർ, ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഭയങ്കര ആളോ? ആരും ഞാനൊന്നും വേണ്ടല്ലേ? വേണ്ടല്ലേ? ആരാ എന്തൊക്കെയോ പറയുന്നുണ്ട്, എന്നാ ഭാഷ എനിക്ക് പറയുന്നെ? മനസ്സിലാകുന്നില്ല. ആണോ? തിരിച്ചു വെക്ക്. ആ തിരിച്ച് വെക്ക്, തിരിച്ച്. ആ ശരി. അയ്യോ അത് വെച്ചിട്ട് ഉമ്മ വെച്ചു. ആ അതെ അതെ. ആ കുറച്ച് പോലീസ് പറയാം. പോലീസ് എന്ന് പറഞ്ഞു, ഞാൻ കേട്ടായിരുന്നു. അപ്പം നമ്മളെല്ലാ വർഷവും കാണും കേട്ടോ പള്ളിപ്പെരുന്നാളിന്. ഇതുണ്ടോ നമ്മുടെ സബ്സ്ക്രൈബറാണ് ചേച്ചി. ചേച്ചിയുടെ പേര് എപ്പോഴും മറന്നു പോകും. സന്ധ്യ. ഞങ്ങൾ ആലടി എന്ന് പറഞ്ഞാലേ ഞങ്ങൾക്ക് അറിയത്തുള്ളൂ, കാരണം ചേച്ചിയുടെ വീട് ആലടി ആയതുകൊണ്ട് ആലടിക്കാരി എന്ന് പറയുമ്പോൾ പപ്പ പറയണം എപ്പോഴും. അപ്പോൾ ഇവരെല്ലാം നമ്മുടെ തൊട്ടടുത്തുള്ളവരാണ്. പള്ളിപ്പെരുന്നാളിന് മാത്രമേ എല്ലാവരും കാണാൻ പറ്റുള്ളൂ. പിന്നെ ഞങ്ങൾ എപ്പോഴും കാണും, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണും. പിന്നെ ഞങ്ങൾ കട്ടപ്പനയ്ക്ക് വീട് വന്നില്ലേ, അപ്പോഴും വണ്ടിയിൽ കുറേ ഉണ്ടായിരുന്നു. ഇപ്പം കണ്ടതിൽ ഒരുപാട് സന്തോഷം. പള്ളിപ്പെരുന്നാളിൽ അടിച്ചു പൊളിച്ച് ആഘോഷിക്കുക. 3 കൊണ്ട് പള്ളിയിലൊന്ന് കയറാൻ വേണ്ടി പോകട്ടോ. ഇവിടെ തോക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ പരിപാടി കാണാൻ പറ്റില്ല. നിങ്ങൾ കണ്ടോ അത് ഉപ്പറ വെച്ച്? കഴിഞ്ഞു അല്ലേ? ഞാൻ അമ്മയോട് നേരത്തെ പോയി നിൽക്കാൻ പറഞ്ഞു അത് കാണാൻ വേണ്ടി. ആ അതിന്റെ പരിപാടി നല്ല ഇതിന്റെ ഈ പേപ്പറിന്റെ ആ പള്ളിയിലൊന്ന് കയറി കണ്ടിട്ട് വരാവേ. പള്ളി നമ്മുടെ പള്ളി ലൈറ്റൊക്കെ ഇട്ട് ഭയങ്കര അടിപൊളിയായിട്ടാണ് എല്ലാ വർഷത്തെക്കാട്ടിലും. എല്ലാം അടിപൊളിയാണ്. ആ ഭയങ്കര സെറ്റപ്പാണ്, ഭയങ്കര ജനമാണ്, നല്ല തിരക്കാട്ടോ. മാതാവിനെ അത്രയ്ക്ക് വിശ്വാസം, ഓരോ വർഷം ചെല്ലുന്തോറും വിശ്വാസം കൂടി വരും. അതെ, വിശ്വാസം നല്ലതാണ്, ദൈവവിശ്വാസം. അതെ, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ പള്ളിയുടെ പ്രദക്ഷിണം വരുന്നേ ഉള്ളൂ കേട്ടോ. എന്നാലും പാർക്കിങ്ങും കാര്യങ്ങളും, പിന്നെ നമ്മുടെ ചേട്ടന്മാരൊക്കെ അവിടെ നിൽപ്പുണ്ട്. അപ്പച്ചിമാരെ ഒരാൾ പള്ളിക്കകത്തുണ്ട്. ഇങ്ങനെ റൗണ്ട് വെച്ച് കാണുവാണല്ലേ. എന്റെ കർത്താവേ രാജരാജനേ, എന്റെ കർത്താവേ സ്നേഹരാജനേ. അപ്പൊ നമ്മുടെ പ്രദക്ഷിണം കറങ്ങി അവിടെ വന്നു കേട്ടോ. കുരിശടി ചുറ്റി പള്ളി കയറാനുള്ള പോക്കാണ്. അപ്പോൾ കുട്ടമോന് എവിടെ പോയാലും കൃഷിയും കാര്യങ്ങളെല്ലാം ഇഷ്ടമായതുകൊണ്ട് നല്ല പയർ കൃഷി ഇത് നോക്കി. പള്ളിയുടെ പയറ്, തക്കാളി പയറ് എല്ലാം ഉണ്ട്. അത് പയർ ഇഷ്ടപ്പെടുന്നു. അത് കൊള്ളാല്ലേ, പന്തലൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. പള്ളിയുടെ വാളൊക്കെ തന്നെയാണ്. അത് നല്ല രസമുണ്ട് കാണാൻ വേണ്ടി.
എങ്ങനെയുണ്ട് പരിപാടി? പരിപാടി കൊള്ളാം, നല്ല പരിപാടിയാട്ടോ. ഞാൻ ആദ്യം കാണുക. ഇതിനു മുമ്പ് അങ്ങനെയല്ലേ പറഞ്ഞേ? ഞാനിതൊക്കെ കുറെ കണ്ടിട്ടുള്ളതാണ്. എന്നെ നല്ലതല്ലത്. അടിപൊളി പരിപാടി അല്ലേ? നല്ല പരിപാടി. അതെ നൈസ്. ഇനി കൊട്ടും മേളമുണ്ട് കേട്ടോ, അതിനുവേണ്ടി വെയിറ്റിംഗ്. എങ്ങനെയുണ്ടായത് പരിപാടി? ചേട്ടാ എങ്ങനെയുണ്ട് പരിപാടി? അടിപൊളിയല്ലേ? ഞാൻ ആദ്യം കാണും. വെടിക്കെട്ട് തുടങ്ങി, വെടിക്കെട്ട് വെടിക്കെട്ട്. ഇനി തിരിഞ്ഞിരിക്കുക, പ്രേക്ഷകരെ തിരിഞ്ഞിരിക്കുക. ആ ടവറേ ഇരുന്ന് കൊട്ടു. ത്രില്ലടിച്ചിന്ന് കാണുക, അടിപൊളി. ഒരു കോട്ട് ഫുൾ ആൾക്കാരാട്ടോ, സൂചി കുത്താനിടയില്ല, അത്ര ആൾക്കാരെന്ന് മേടിച്ചിട്ട് കാണുക.
ഇത് കൊള്ളാം, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് എത്ര രൂപയായി? 80 രൂപ. അവിടെ 70 ഉള്ളായിരുന്നല്ലോ. 50 അല്ല, ഇപ്പൊ എല്ലായിടത്തും 80 ആക്കി. ആണോ? പെട്ടെന്ന് ഇച്ചിരി കൊണ്ട് താത്ത് വെക്ക്, നേരെ വെക്ക്. അതെ, ഈ കാണിക്കുന്നേ. ഇവിടുത്തെ ആസ്ഥാന കോഴിയായിട്ട് പ്രഖ്യാപിച്ചോ? നമ്മുടെ പൊന്നൂസിന്റെ കൂട്ടുകാരി കേട്ടോ, ചേച്ചിയായിട്ട് വർത്താനൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഓരോ വണ്ടിക്ക് ഓരോരുത്തരെ പറഞ്ഞു വിടുന്നുണ്ട്. നമ്മുടെ വണ്ടി അവിടെ വെയിറ്റിംഗ് ആണ്. നാളെ ഗാനമേള കൂടിയിട്ട് സെറ്റ്. ആ ഓക്കെ. അപ്പം പരിപാടി എല്ലാം കഴിഞ്ഞ് ആൾക്കാരെല്ലാം പോകാൻ തുടങ്ങി കേട്ടോ. മറ്റേ ഷോപ്പിങ്ങിൻ്റെ അവിടെ മാത്രം ഭയങ്കര തിരക്കാണ്. നമ്മൾ ഇന്നൊന്നും മേടിക്കുന്നില്ല, നാളെ മേടിക്കുന്നുള്ളൂ അല്ലേ? അപ്പോൾ നേരെ വീട്ടിലോട്ട് പോകല്ലേ? നേരെ പോകും. നല്ല തണുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. 10:30 10:45 10:45. നാളെ പെങ്ങന്മാരൊക്കെ വരും. വെട്ടക്കുറവുണ്ട്. അപ്പം എല്ലാവർക്കും നമ്മുടെ മാതാവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഈ 2025 നല്ലൊരു വർഷമായിരിക്കട്ടെ എന്ന് നേരുന്നു. അപ്പം നേരെ സൈനിങ് ഔട്ട്.